One of the longest serving automobile manufacturer in India ആണ് മഹീന്ദ്ര. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചറസ് വെഹിക്കിളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹരവായി ജീപ്പ്. നല്ല രസമാണ്, ചുറ്റുമുള്ള കാഴ്ച കാണാം. ഒരു ത്രില്ലാണ് ഇത് ഓടിക്കുന്നതിന്. ഇത് ഏതാ വണ്ടിയെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ജനറേഷൻ താർ. ഞങ്ങളുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും മഹീന്ദ്രയുടെ ഫാനാണ്. ആദ്യത്തെ ഇന്റർനാഷണൽ കമാൻഡർ ഉണ്ടായിരുന്നു. ഇപ്പം ഹെലികോപ്റ്ററിൽ പോകുന്നവർക്കും വെട്ടമുള്ളതായിട്ട് അറിയാൻ പറ്റില്ല. കാര്യം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബോംബിങ് അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കാനാണ്. ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്നത് എവിടെ വേണേലും കയറി പൊക്കോളും. രണ്ടുപേരായിട്ട് നമ്മൾ ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ ഈ വണ്ടി വളരെ സൂപ്പറാണ്. എന്തൊക്കെ പറഞ്ഞാലുവേ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം തന്നെ അല്ലെ, നമ്മള് വികാരമാണ്. മോഹൻലാലിന്റെ പഴയ ദേവാസുരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മംഗലശ്ശേരി നീലകണ്ഠന്റെയും സുഹൃത്തുക്കളും പോകുന്ന ആ വണ്ടിയാണ്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ്സ് ആണ് മഹീന്ദ്ര. ഒരു 80 ഇയേഴ്സിന്റെ ചരിത്രമുണ്ട്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മഹീന്ദ്രയുടെ ചരിത്രമല്ല, നേരെ മറിച്ച് മഹീന്ദ്ര ജീപ്സിന്റെ ചരിത്രമാണ്. ജീപ്പ് എന്നുള്ള ഒരു ബ്രാൻഡാണെന്ന് എനിക്കറിയാം, പക്ഷേ ജീപ്പ് എന്നുള്ള ഒരു സിനോണിം ആയിരുന്നു ഫോർ യൂത്ത്. ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം ഇതിൽ അനിവാര്യമാണ്. എന്താ കാര്യം എന്നല്ലേ, മാക്സിമം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ ബെസ്റ്റ് കമൻറ്റ് നമ്മൾ പിക്ക് ചെയ്ത് അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അത് അനൗൺസ് ചെയ്യുന്നത് August 15, 2026. അപ്പം വേഗമാകട്ടെ, സമയം കളയാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ട് നീ കൊടുത്തിട്ട്? കുഴപ്പമില്ല കേട്ടോ. കാറിന്റെ അത്രയും ഒരു കംഫർട്ടബിൾ അല്ലെന്നേ ഉള്ളൂ. നേരത്തെ സാഹസികമായിട്ട് ഒത്തിരി വണ്ടി കൊടുത്തിട്ടുണ്ട്. സാഹസികം പറഞ്ഞാല് വലിയ ഏരിയാസിലൊക്കെ വാഗമൺ അങ്ങനത്തെ ഒക്കെ പോയിട്ടുണ്ട്. വേറെ എന്തെല്ലാം വണ്ടി? മഹീന്ദ്രയുടെ തന്നെ സൈലോയെ കമാൻഡർ എല്ലാം ഓടിച്ചിട്ടുണ്ട്. 80 മുതൽ വണ്ടി ഓടിക്കുന്നതാണ്. പള്ളിയിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തരൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കും, എന്നെങ്കിലും എനിക്കിതുപോലെ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്ന്. കാരണം ഇത് ഇമ്പോസിബിൾ ആയിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ അപ്പം ഭയങ്കര സ്ട്രിക്റ്റാണ്, കാരണം അതൊന്നും ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഡ്രൈവിങ് പഠിച്ചു. ചെറുപ്പക്കാർക്കൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ പയ്യെ മുമ്പോട്ടും പുറകോട്ടൊക്കെ ആരും കാണാതെ നിരക്കി നോക്കും എങ്ങനെ ഉണ്ടെന്നൊക്കെ. എനിക്ക് പഠിത്തത്തിനെക്കാട്ടിൽ ഇഷ്ടം വണ്ടി ഓടിയതായിരുന്നു. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൈലോയാണ്. സൈലോ അതിനാ കാരണം അതിനെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഓടിക്കാൻ കംഫർട്ടബിൾ ആണ്. അപ്പൊ ജീപ്പോ ജീപ്പിനെക്കാട്ടിയൊക്കെ സുഖം സൈലോ തന്നെയാണ്. 4-wheel ഡ്രൈവ് ഓടിച്ചിട്ടുണ്ടോ? ആദ്യം അതാ ഓടിച്ചോണ്ടിരുന്നത്. തോട്ടത്തിലൊക്കെ പോകുമ്പോഴേ 4-wheelേ പറ്റുണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇവിടുത്തെ വണ്ടിയും 4-wheel ഈ ജീപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ വേഗം ഉണ്ടായിരിക്കും, ഒടിവൊക്കെ കുറവാണ്. മറ്റേ കാറോ അല്ലെ സൈഡിലൊക്കെ ഒട്ടം നിന്നൊക്കെ ഒടിച്ചെടുക്കാം. ഇത് മുമ്പോട്ടൊക്കെ പുറകോട്ടൊക്കെ മാറത്തുള്ളൂ. ജീപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചറസ് വെഹിക്കിളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ മോള്? എന്നെങ്കിലും ഇത്രയും പ്രായമുള്ള സ്ത്രീകൾ ജീപ്പ് ഓടിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹരവായി ജീപ്പ്. നല്ല രസമാണ്, ചുറ്റുമുള്ള കാഴ്ച കാണാം. ഒരു ത്രില്ലാണ് ഇത് ഓടിക്കുന്നതിന്. ഓടിക്കാൻ ബുദ്ധിമുട്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നെ ബുദ്ധിമുട്ടാണ്, അവൻ്റെ മനസ്സ് ബിൽഡിംഗ് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ഓടിക്കാന്ന് പറഞ്ഞാൽ എത്ര ദൂരം വേണേലും എന്തോരം ദൂരം വേണേലും ഓടിക്കാം. അങ്ങനെയുണ്ട് ഇന്ന് ഓടിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. അതിന് പറഞ്ഞാൽ ഒന്ന് ഓടിച്ചു നോക്കിക്കും. അയ്യോ വേണ്ട, ഒരു ത്രില്ലാണ്. ബാക്കി വണ്ടിയൊക്കെ എല്ലാ പെണ്ണുങ്ങളും ഓടിക്കും. ജീപ്പായിട്ട് നമ്മുടെ വണ്ടി നോക്കി ആരെങ്കിലും ജീപ്പ് ഓടിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എല്ലാവരും കാറും ഓടിക്കാറുണ്ട്.
കാറ് വളരെ നല്ല വണ്ടിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് ഓടിക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഇത് ഓടിച്ചോണ്ടങ്ങ് ചെല്ലുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ഗെറ്റപ്പ് തന്നെ. ഒയ്യോ അതേ ഒരു കാറ് ഓടിച്ചോണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഗെറ്റപ്പാണ്. പിന്നെ നമുക്ക് മെയിൻ ഇതിനകത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഹൈറ്റ് കുറവാണ്, കാരണം നല്ലപോലെ ഫ്രണ്ട് കാണാം. അതാണ് മെയിൻ ആയിട്ടുള്ള എനിക്കുള്ള ഒരു ബെനിഫിറ്റ്. മറ്റുള്ള വണ്ടി ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഈ വണ്ടി നല്ല ഫ്രണ്ട് കാണും. അതുപോലെ ഞങ്ങളെ ഇതിലുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇത്ര മോശമില്ല. അപ്പൊ അടി ഇടിക്കുന്നുള്ളൊരു പേടിയില്ല. അപ്പൊ ഇതിന് അടി ഇടിക്കില്ല. പിന്നെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറെ നിങ്ങളുടെ ഡോർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ 4 രൂപയും കൂടെ പോകുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പിള്ളേർക്ക് ശേഷം ഛർദ്ദിക്കാൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറെ ഡോർ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് മമ്മിയുണ്ട്, മമ്മി പ്രായമുള്ളതാണ്. അപ്പം മമ്മിക്കും ഹൈറ്റ് ഉള്ളാലും കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ എന്നാലും മമ്മി ഓടിക്കുകയൊക്കെ ചെയ്യും. മമ്മി കാറ് ഓടിക്കും, ജീപ്പ് ഓടിക്കും, എല്ലാം ഓടിക്കും. ഇവിടെ ഹൈറ്റ് വെച്ച് കയറാൻ ബുദ്ധിമുട്ട്. ഓഫ് റോഡ് പോകാൻ വളരെ നല്ല വണ്ടിയാണ്. അടി ഇടിക്കില്ല. എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും സംഭവിക്കില്ല. ചാടി കയറി എങ്ങനെ വേണമെങ്കിലും ഈ വണ്ടി പോയിക്കോളും. ഞങ്ങൾക്ക് തോട്ടമുണ്ട് കർണാടകയിൽ. അപ്പൊ ഞങ്ങൾ മെയിനായിട്ടും ഈ വണ്ടിയിലാണ് പോവാറ്. അപ്പൊ അവിടെ തന്നെ ഒത്തിരി ഓഫ് റോഡ് ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒത്തിരി ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതിന് വളരെ നല്ല വണ്ടിയാണ്. ഇത് 2 സീറ്റാണ്, കുഴപ്പമില്ല. മറ്റേ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എന്തായാലും 4 വീലർ നല്ലത്. 4 ഡോർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. 2 പേരായിട്ട് പോകുമ്പോൾ ഓഫ് റോഡ് എൻജോയ് ചെയ്യാൻ പോകുമ്പോൾ ഈ വണ്ടി വളരെ സൂപ്പറാണ്. ഇപ്പൊ ഓടിച്ചോണ്ട് നടക്കാൻ നല്ല സുഖമാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പറയാനുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ ജീപ്പ് 1968 മോഡലാണ്. CJ3B ആണ്. വളരെ കംഫർട്ടബിൾ ആണ്. പവർ സ്റ്റിയറിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ആക്കിയതാണ്. നമുക്ക് ഹൈ റേഞ്ച് ഒക്കെ പോകാനും കുട്ടിക്കാനം തേക്കടിയൊക്കെ പോകാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ട്രിവാൻഡ്രം ഒക്കെ നമുക്ക് നല്ല കൂളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഓടിച്ചു പോകാൻ പറ്റും. ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരുന്നത് എവിടെ വേണേലും കയറി പൊക്കോളും. പിന്നെ ട്രാഫിക് ഒക്കെ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് വണ്ടിക്കിടയിലൂടെ കയറി പോകാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ മറ്റു വണ്ടികൾ റോഡിൽ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒത്തിരി എക്സ്പീരിയൻസ് ഹൈ റേഞ്ചസ് പോകുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്കൊരു സഹായമാകാനും നമുക്ക് സാധിക്കാറുണ്ട്. ജീപ്പായിട്ട് പോകുന്ന ഓരോ യാത്രകളും ഓരോ എക്സ്പീരിയൻസ് ആണ്. ചില സമയത്ത് നമുക്ക് വണ്ടി നിന്ന് പോയിട്ടുണ്ട്, അതുങ്ങളൊക്കെ കെട്ടി വലിച്ചൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്റർ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേരുൾപ്പെടെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ കണ്ടത് 3 ജീപ്പ് ക്രേസ് ഉള്ള സ്ത്രീകളെയാണ്. 3 ജീപ്പ് ക്രേസ് ഉള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 2 ജനറേഷൻസിൽ പെട്ടവരാണ്. അതില് 67 ഇയേഴ്സ് ഉള്ള ആനിയമ്മ എന്ന് പറയുന്ന അമ്മയുടെ ആ ഒരു എന്തൂസിയാസം കണ്ടിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഈ ജീപ്പ് ക്രൈസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് മഹീന്ദ്ര ജീപ്പ് എവല്യൂഷന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇനി ഒരു 3 എപ്പിസോഡും കൂടെ ഉണ്ട്. അപ്പൊ കണ്ടതിനേക്കാൾ ബെറ്റർ വീഡിയോസ് ആയിരിക്കും ഇനിയും വരാനുള്ളത്. സോ സ്റ്റേ ട്യൂൺ. അതേപോലെ തന്നെ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഫുൾ സീരീസ് കണ്ടിട്ട് അതിൽ നിങ്ങൾ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിന് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. അത് അനൗൺസ് ചെയ്യുന്നത് August 15, 2026. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ്സും വളരെ അടുത്ത് തന്നെ വരും. സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടോറിംഗ്.